1 മിനിറ്റിൽ 60 ഉഴുന്നോട വരെ ഉണ്ടാക്കുന്ന ഒരു വ്യക്തി. കോട്ടയം മുണ്ടക്കയം സ്വദേശിയാണ്. നൗഷാദ് വാവച്ചൻ എന്നാണ് പേര്. ചേട്ടാ നമസ്കാരം. ഇത് താങ്കളുടെ ഉപജീവന മാർഗമാണ്. പക്ഷേ ഈ ഉപജീവന മാർഗം അത് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടാൻ ഒരു പരിശ്രമം കൂടി നടത്തുകയാണല്ലേ? തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 മുതൽ 60 വട 62 വട വരെയാണ് നമ്മളിപ്പം 1 മിനിറ്റിൽ ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ലഭിക്കുന്നത് ഇപ്പോൾ അത് 70 എണ്ണത്തിലേക്ക് നമ്മൾ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. അതിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമാണ്. പിന്നെ ഇപ്പം നിലവിൽ ഇങ്ങനൊരു റെക്കോർഡില്ല. അപ്പോൾ അവർ പറഞ്ഞ അങ്ങനെ സാധ്യതയുണ്ട്. അതിൻ്റെ പേരിലാണ് ഇപ്പം നമ്മളിത്. പിന്നെ ഞാൻ ഇങ്ങനൊരു ഇതിലേക്ക് എത്താനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഒരു 10-16 വർഷം മുമ്പ് മഹാത്മാഗാന്ധിജിയുടെ ഒരു കോട്ട് കണ്ടിരുന്നു. നിങ്ങളൊരു തൂപ്പുകാരനാകുവാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും മികച്ച തൂപ്പുകാരനാകണമെന്നും എന്നുള്ളത് പറയുകയും ആ ഒരു കോട്ട് എന്നെ നന്നായി ഇൻസ്പയർ ചെയ്യുകയും ഞാൻ ചെയ്യുന്ന തൊഴിൽ അതെന്താണോ അതിലേറ്റവും മികച്ച ഒരാളാകുക. അത് ഞാൻ ഉഴുന്നോടെ ഉണ്ടാക്കുന്നതാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ഉഴുന്നോടെ ഉണ്ടാക്കുന്ന ഒരാൾ ഞാനാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും അതെനിക്കൊരു ഇൻസ്പയർ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് ഞാൻ സത്യത്തിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇവിടുത്തെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞങ്ങളുടെ ഉഴുന്നോടയുടെ ഇതിനെക്കുറിച്ച്. നിലവിൽ താങ്കൾ 1 മിനിറ്റിൽ 60 വരെ ഉണ്ടാക്കാറുണ്ട്. അത് 70ലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. അതെ, 55 മുതൽ 65 വരെയൊക്കെ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോഴും നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു 70ലേക്ക് എത്തിക്കാൻ വേണ്ടി. കാരണം ഞാൻ മാത്രമായിരിക്കുമല്ലോ, ലോകത്ത് ഒത്തിരി പേര് ഈ ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരെല്ലാം ഇത് നമുക്ക് ചലഞ്ചിലേക്ക് എത്തണം. എന്നേക്കാൾ മികച്ചവരുണ്ടെങ്കിൽ അവർ വരണമെന്നും ഞാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അങ്ങനെയൊന്നും പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ ചലഞ്ച് വരുമ്പോഴത്തേന് അങ്ങനെ റെക്കോർഡ് സ്ഥാപിക്കുകയും അങ്ങനെ റെക്കോർഡിനെ ഒരിടമയെ നമ്മൾക്ക് ഇവിടെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുമല്ലോ. അതാണ്. എന്താണെങ്കിലും ഈ നൗഷാദ് വാവച്ചൻ നല്ല ഒന്നാന്തരം ഒരു കവിയാണ്, ഒരു ഗായകൻ കൂടിയാണ്. അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഈ 1 മിനിറ്റിൽ എത്ര ഉഴുന്നോടെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കിയാലോ? നമുക്ക് ഇവിടെ ആകുമ്പോഴത്തേനുള്ള ആ ഒരു റെസിസ്റ്റൻസ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. എങ്കിലും നമുക്ക് പരിശ്രമിക്കാം, പരമാവധി ശ്രമിക്കാം. തീർച്ചയായിട്ടും. അല്ലേ? ഓക്കെ, റെഡി. ഇത് ടൈം ഒന്ന് കൗണ്ട് ചെയ്തോളൂ. ഓക്കെ ഓക്കെ, റെഡി, സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53. 1 മിനിറ്റ് ടൈമായി. 53 എണ്ണം അല്ലേ? 1 മിനിറ്റിൽ 53. സാധാരണഗതിയിൽ 60 എണ്ണം വരെ നമ്മൾ ഇതിപ്പോ 2 ചട്ടിയിൽ ഓവർ ചേഞ്ച് ചെയ്യേണ്ടതൊക്കെ വരുന്നതുകൊണ്ടും പിന്നെ ഈ ക്രൗഡ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ. നിലവിൽ 60 ഒക്കെയാണ് വരുന്നത്. നിലവിൽ 60 ഉണ്ടാക്കും. 70 ആണ് എന്റെ എയിം. 1 മിനിറ്റിൽ 70 ഉഴുന്നോടെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടിയുള്ള പ്രോസസ്സിംഗ് നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ട്. നിലവിൽ ഇതൊരു തൊഴിൽ മേഖലയെ തിരഞ്ഞെടുത്തിട്ട് എത്ര വർഷമായി? ശരിക്കും 18ാമത്തെ വയസ്സിലാണ് എൻ്റെ സഹോദരൻ നിഷാദ്, ഞാനും അദ്ദേഹം കൂടാണ് ഈ പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടുപേരും ഇപ്പോഴും ഈ 30 വർഷക്കാലമായിട്ടും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പം ഞങ്ങളുടെ മക്കൾ രണ്ടുപേരും ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിൽക്കുന്നു. അവർ രണ്ടുപേരും ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങളുടെ ഭാര്യമാർ രണ്ടുപേരും. അങ്ങനെ ഞങ്ങൾ 2 കുടുംബം അടങ്ങുന്ന കുടുംബമാണ് എൻ്റെ ഉമ്മ. എൻ്റെ ഉമ്മയാണ് ഇതിനകത്ത് ആദ്യം ഇത് ചട്ടിക്കകത്ത് വടയിട്ട് ഞങ്ങളെ ഇത് കച്ചവടത്തിനായിട്ട് വരുന്നത്. താങ്കൾ നല്ലൊരു കവിയാണ്, ഒരു ഗായകനാണ്. അപ്പോൾ എന്താണെങ്കിലും ആദ്യം ഒരു താങ്കളുടെ ഒരു കവിത ഒന്ന് കേൾക്കണം. എന്നെ പഠിപ്പിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന ചില ഗുരുക്കന്മാരുണ്ട്. അപ്പോൾ ആ ഗുരുക്കന്മാർക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തൊരു കവിത ഞാൻ തന്നെ കമ്പോസ് ചെയ്യുകയും രചിക്കുകയും ചെയ്ത ഒരു ഗാനം ഞാൻ തന്നെ അത് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് 1-1.5 മിനിറ്റ് ഞാൻ പാടി കേൾപ്പിക്കാം. മാറ്റമാകുന്ന മാന്ത്രിക ചെപ്പിലേ മണിമുത്തു പോലുള്ള നിന്നധരത്തിലെ കാലമാകുന്നൊരാവഴിത്താരയിൽ സ്നേഹമാകുന്ന നിന്നിലെ വാക്കുകൾ മാറ്റത്തിൻ തിരിനാളം തെളിച്ചതല്ലേ നിൻ ഹൃദയത്തിൻ തീനാളം
പകർന്നതല്ലേ പ്രഭാതമെന്നാലതിൽ സൂര്യനുള്ളൊരു പങ്കെന്തു കൂട്ടരേ പ്രദോഷമെന്നാൽ ആനന്ദത്തിൻ സാകല്യം വെളിച്ചമായി നൽകുന്ന ഗുരുവേ വന്ദനം വന്ദനം നിനക്കു വന്ദനം. സാധ്യത കേട്ടോ. എന്നാളും ഗിന്നസ് റെക്കോർഡിലേക്ക് ഇട നേടാനുള്ള തിരക്കിലാണ്. ഫുൾ ടൈം ഈ കടയിൽ ഉണ്ടാവുമോ? ഫുൾ ടൈം ഇല്ല. ഇപ്പോൾ ഞാൻ വിദേശത്തൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാണ്. അതിൻ്റെ മസ്കറ്റ് എന്ന് പറയുന്ന സ്ഥലത്തിൽ, ഒമാനിൽ മസ്കറ്റിൽ ഇപ്പോൾ ഒരു മിസ്റ്റി മൗണ്ടൻ ബിസിനസ് എന്ന പേരിൽ ഒരു കമ്പനി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജനുവരിയിലാണ്, ഈ വരുന്ന 2025 ജനുവരിയിൽ നമ്മളതിനെ സ്റ്റാർട്ടപ്പ് ചെയ്യും. എന്താണ് ഈ ഇത് തന്നെയാണോ മേഖല? ഇത് തന്നെയാണ് മേഖല. ഇതിൻ്റെ ഹോൾസെയിൽ ആയിട്ടുള്ള സംഭവമാണ് നമ്മളവിടെ കയറിയത്. അതെല്ലാം എൻ്റെ ഇതെല്ലാം കഴിഞ്ഞിരിക്കുന്നു, എൻ്റെ എല്ലാം കഴിഞ്ഞിരിക്കുന്നു എൻ്റെ എല്ലാം. അപ്പോൾ അങ്ങനെ ഒരു ഇത്. പിന്നെ എറണാകുളത്ത് ഞങ്ങൾ ഇപ്പോൾ സ്ഥാപനം നോക്കുന്നു, ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. മക്കളുണ്ടല്ലോ, അപ്പം അങ്ങനെ അതിലേക്ക് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ എന്താണെങ്കിലും ഈ 70ലേക്ക് എത്തിച്ച് ഗിന്നസ് റെക്കോർഡിലേക്ക് കയറാനുള്ള ശ്രമമാണ്. അതിനിടയ്ക്ക് പാട്ടിന് അത്രത്തോളം തന്നെ പ്രാധാന്യം താങ്കൾ നൽകുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും. പൊതുപരിപാടികളിൽ ഗാനമേളകളിലൊക്കെ പാടാൻ പോകാറുണ്ടോ? ഗാനമേളകളല്ല എനിക്ക്. ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ക്രിസ്ത്യൻ ഡിവോഷണൽ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ പിന്നണി ഗായകരായ മഞ്ചരി, സുജാത മാം, അങ്ങനെ കസ്റ്റർ മാർക്കോസ്, ഇങ്ങനെ അടങ്ങിയ ആൾക്കാരൊക്കെ എൻ്റെ കമ്പോസിങ്ങിൽ പാടിയിട്ടുണ്ട്. ഗാനമേള എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വിവാഹ പാർട്ടികൾക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഗാനമേളയായിട്ട് നടക്കുന്നിടത്ത് പോയി പാടാറുണ്ട്. അങ്ങനെ എന്താണെങ്കിലും നല്ലൊരു ഗായകനാണ്. ഒരു സിനിമാ പാട്ടുകൂടി കേൾക്കണം. അനുരാഗമോലും കിനാവിൽ കിളിപ്പാടുന്നതപരാധമാണോ ഇരുളിൽ വിതുമ്പുന്ന പൂവേ നീ വിടരുന്നതപരാധമായോ ഈ മണ്ണിലെങ്ങുമേ ആലംബനില്ലയോ ഈ മണ്ണിലെങ്ങുമേ ആലംബനില്ലയോ നിഴലായി നിലാവിൽ മാറി വീഴാൻ വെറുതെ ഒരു മംഗളങ്ങളും മഴ നീർ ഓക്കെ, അടിപൊളി. അപ്പോൾ എന്തായാലും താങ്കളുടെ ഗിന്നസ് റെക്കോർഡിലേക്കുള്ള ആ ഒരു പരിശ്രമത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. എത്രയും പെട്ടെന്ന് സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ സന്തോഷം, വളരെ സന്തോഷം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മുണ്ടക്കയം സ്വദേശിയായ നൗഷാദ് വാവച്ചൻ്റെ വിശേഷങ്ങൾ. 1 മിനിറ്റിൽ ഏതാണ്ട് 60ഓളം ഉഴുന്നുവടകളാണ് നിലവിൽ അദ്ദേഹം ഉണ്ടാക്കുന്നത്. അത് 70ലേക്ക് എത്തിച്ചതിന് ശേഷം ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ നല്ലൊരു എഴുത്തുകാരൻ, ഒരു കവിയും ഗായകൻ കൂടിയാണ് നൗഷാദ് വാവച്ചൻ. എന്താണെങ്കിലും വലിയ തിരക്കുകൾക്കിടയിലും ഈ പാട്ടിനെയും ഒക്കെ അതേപോലെ തന്നെ ഒരേപോലെ തന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നൗഷാദ് വാവച്ചൻ. മുണ്ടക്കയത്ത് നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി.